സഹാബാക്കളെ അണിനിരത്തി മുൻനിർത്തി അവരോടാ പറയണത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കൂടി ഞങ്ങൾക്ക് എത്തിച്ചെന്നില്ലയോ? ഈ ദിവ്യ സന്ദേശം ഞാൻ നിങ്ങൾ കൈമാറിയില്ല എന്ന് ചോദിച്ചപ്പോ അവരെല്ലാവരും പറഞ്ഞു, നബി അതെ, ഞങ്ങൾക്ക് അവിടുന്ന് കൈമാറി, ഞങ്ങളത് കേട്ടു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗൈബ, ഇവിടെ ഹാജരായ ആളുകൾ ഇവിടെ ഹാജരില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞു. അന്ന് 2 ലക്ഷം അവിടെ ഉണ്ട്. പക്ഷെ ഈ 2 ലക്ഷം ആളുകൾ ഇതിനൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്തിട്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്കും എത്തിക്കണമെന്ന് പറഞ്ഞു അവർ അത് ഏറ്റെടുത്തപ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടുത്തെ കരങ്ങൾ മേലോട്ട് ഉയർത്തിയിട്ട് കൈ ഉയർത്തി അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്, പഠിച്ചവനെ നീ ഇതിന് സാക്ഷിയാണ്, ഞാൻ നിന്റെ അടിമകൾക്ക് ഈ സന്ദേശം കൈമാറി, അതവരെ ഏറ്റെടുത്തു, അവരെ സമ്മതിച്ചു, അതുകൊണ്ട് നീ എന്നെ ഏൽപ്പിച്ച എന്റെ ഉത്തരവാദിത്വം ഞാനിതാ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പടച്ചോനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംതൃപ്തി അടഞ്ഞതാണ് ഇവിടെ വെച്ചുകൊണ്ട്. അപ്പോഴാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ഇസ്ലാമിന്റെ പൂർത്തീകരണ പത്രം, സാക്ഷ്യപത്രം അള്ളാഹു ഇറക്കിയത്. അത് സാക്ഷ്യം വെച്ചത് അറഫയിലാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആ സഹാബാക്കൾ യാത്രയായി. ഇപ്പൊ സഹാബാക്കൾ ലക്ഷക്കണക്കിനുണ്ടെങ്കിലും മദീനയിലെ ജന്നത്തുൽ ബഖി എന്ന ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമങ്ങളൊന്നും 10,000-ഓളം സഹാബികളുള്ളൂ. 10,000-ഓളം സഹാബികൾ കഴിഞ്ഞാൽ ബാക്കി ലക്ഷക്കണക്കിന് സഹാബികൾ എവിടെയാന്ന് ചോദിച്ചാൽ അവർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഇസ്ലാമിക പ്രബോധനത്തിന് പോയവരാ. നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ സഹാബാക്കളുടെ ഖബറുണ്ട്, അതുപോലെ കർണാടകയിലുണ്ട്, ഇന്ത്യയിൽ മൊത്തമുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് അവർ പോയി ആ ഇസ്ലാമിൽ സുന്ദരമായിരിക്കുന്ന ആശയം എത്തിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഇസ്ലാമില്ലാത്ത രാജ്യമില്ല. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. ഈ ഒഴുക്ക് ഇന്നും നാളെ മാത്രമല്ലല്ലോ. നമ്മളവിടെ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പോകും, നമ്മളൊരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ പോകും. പക്ഷെ ഇവിടെ എന്നും ഇങ്ങനെ തന്നെയാണ്. ദിവസേന 354 ദിവസം, അല്ലെങ്കിൽ കൊല്ലത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ ആ 65 ദിവസവും പ്രിയമുള്ളവരെ ഇതേപോലെയാണ്. ലക്ഷങ്ങളാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പടച്ചോന്റെ ആ റസൂലുള്ളാഹിന്റെ ആ ദൈവത്തിന്റെ പുണ്യമാണത്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ നമ്മളത് ആദ്യം അറിഞ്ഞവരാ. പക്ഷെ നമ്മൾ ഇവിടെ വന്നും അതൊക്കെ അനുസ്മരിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ അതിനെ പകർത്തുവാനും നമ്മൾ മനസ്സിൽ അസൂയ ഉണ്ടാവാതെ, ആരോടും വെറുപ്പില്ലാണ്ട്, അതുപോലെ അഹങ്കാരമില്ലാതെ നമ്മളൊക്കെ അള്ളാഹിന്റെ അടിമകളാണ് എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടെ എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് മറ്റൊരുത്തിന് ചെയ്യാൻ കഴിയുമോ എന്നാലോചിച്ച് അത് ചെയ്യാൻ നോക്കി, ആരെയും വെറുപ്പിക്കാതെ, അതുപോലെ ആർക്കെങ്കിലും കിട്ടിയ അനുഗ്രഹം നീങ്ങിപ്പോകാൻ ആഗ്രഹമെന്ന് പറയുന്ന കിബിർ, അഹങ്കാരം, അസൂയയും ഇല്ലാതെ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പൊന്നുമക്കളെ നമ്മൾ അങ്ങനെ ഇസ്ലാമികമായ വാഹകരായി വളർത്തിയെടുക്കണം. ആർഭാടത്തിന്റെയോ അനാചാരങ്ങളുടെയോ പിന്നാലെ മക്കളെ പറഞ്ഞയച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ അതിന്റെ പാത്രമായി ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ വീടുകൾ സുബഹിക്ക് എഴുന്നേൽക്കുന്ന വീടാവണം, സുബഹി നിസ്കരിക്കുന്ന വീടാവണം. മാത്രമല്ല നമുക്ക് വേണ്ടി പടച്ചവൻ കൊടുത്തയക്കുന്ന ബറക്കത്തുണ്ട്. സുബഹി സമയത്ത് ഭൂരിക്കലുമ്മത്തി ഫീ സബാഹിയ എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാ. എന്റെ സമുദായത്തിന് അതിന്റെ പ്രഭാത സമയത്ത് ബറക്കത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ വീടൊക്കെ ആ സമയത്ത് അടഞ്ഞു കിടക്കും, ഉറങ്ങിക്കിടക്കും, ലൈറ്റ് ഉണ്ടാവില്ല. നമുക്ക് വേണ്ടി അള്ളാഹു കൊടുത്തയച്ച ബറക്കത്ത് മലക്കുകൾ രക്തം കൊണ്ടുപോകും. ഇവിടെ ആരുമില്ല, ഇവിടെ കിടന്ന് ഉറങ്ങാണൊക്കെ എന്ന് പറയും. ആ ഒരവസ്ഥ ഉണ്ടാക്കാതെ, നമുക്ക് വേണ്ടി അയക്കപ്പെട്ട ബറക്കത്ത് റിട്ടേൺ പറഞ്ഞേക്കാതെ, തിരിച്ചു പറഞ്ഞേക്കാതെ നമ്മുടെ വീട്ടിലൊക്കെ ലൈറ്റൊക്കെ ഇടണം. സുബഹിക്ക് എഴുന്നേറ്റ ഉമ്മമാര് പുറത്തേക്കുള്ള സ്വിച്ച് അകത്തുണ്ടാവുമല്ലോ, ആ സ്വിച്ച് ഒന്ന് ഓണാക്കിയിടണം. കാരണം ഈ ലൈറ്റ് വീട് ഉണർന്നിക്കണ്, ഈ വീട് വളർന്നിക്കണ് എന്നറിയിക്കാൻ വേണ്ടി മലക്കുകൾ വരും. നമുക്ക് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് അന്നുള്ള റേഷന്റെ ബർക്കത്ത് അവിടെ കൊണ്ടുവന്നു തരും. ബർക്കത്തുർ റേഷന, അതായത് ഓരോരോ വീട്ടുകാർക്കും അള്ളാഹു നിശ്ചയിക്കുന്ന അനുപാതം അനുസരിച്ച് ആ ബർക്കത്ത് അവിടെ എത്തിക്കും. അവിടെ നമ്മൾ ഉറങ്ങുക, എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുക, ലൈറ്റും ഇല്ല, ഒന്നുമില്ലെങ്കിൽ മലക്ക് റിട്ടും പോകും. നമ്മളെ പടച്ചവന്റെ ശാപത്തിന് പാത്രമാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ എന്നോടും പിന്നെ നിങ്ങളൊരു ഉപദേശം ചെയ്യാണ് ഇവിടെ വെച്ചുകൊണ്ട്, എന്ത് നമ്മൾ അങ്ങനെ രാത്രി കിടക്കുമ്പോൾ ലൈറ്റ് കിടത്തണം, സുന്നത്താ. രാത്രി കിടക്കുമ്പോൾ ലൈറ്റ് കെടുത്ത, ബിസ്മി ചൊല്ലി കെടുത്ത, വാതിലടക്കുക, അതൊക്കെ സുന്നത്ത്. തിരിച്ച് സുബഹിക്ക് എഴുന്നേറ്റാൽ പുറത്തേക്കുള്ള നമ്മുടെ കോലായത്തേക്കുള്ള ലൈറ്റ് ഒന്ന് അകത്ത് സ്വിച്ചിടണം. എന്നിട്ട് എന്റെ വീട് ഇത് മുസ്ലിം വീടാണ്, ഇത് സുബഹിക്ക് പ്രഭാതത്തിന് ഉണർന്ന വീടാണ്,
എന്നറിയിക്കുന്ന രൂപത്തിൽ എന്നിട്ട് നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഒതുകൊടുത്ത് നമ്മൾ നിസ്കരിക്കാൻ പരുവത്തിലുള്ള നിസ്കരിക്കാൻ പാകമായ മക്കളൊക്കെ വിളിച്ചുണർത്തുക. പള്ളിക്ക് പോകേണ്ടവരെ പള്ളിക്ക് പറഞ്ഞേക്കുക, അല്ലെങ്കിൽ അവിടെ നിസ്കരിക്കുക. ഈ ഒരു സ്ഥിതിവിശേഷം നമ്മളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കണം. എങ്കിൽ ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ, അപ്പൊ നമ്മൾ വയനാട് ദുരന്തം കണ്ടതാ, അതേപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങളും മുസീബത്തുകളൊക്കെ ദൂരീകരിക്കാൻ നമ്മുടെ ഇസ്ലാമികമായ ചിട്ടയാർന്ന ജീവിതമാണ് അതിന് കാരണമാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറഫയിൽ വന്ന് നമ്മളിത് കേട്ടും കണ്ടതും കൊണ്ട് നമുക്കതിനെ പകർത്താനും ആ പ്രവാചക പ്രഭുവിന്റെ ഭൂമിനിയുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് നമ്മുടെ അറഫയിലേക്കുള്ള അവസാന യാത്രയായി അള്ളാഹു ആക്കാതിരിക്കട്ടെ. യഥാർത്ഥമായിരിക്കുന്ന അറഫയിൽ ദുൽഹിജ്ജ മാസം ഏതെങ്കിലും ഒരു കൊല്ലത്തില് ദുൽഹിജ്ജ മാസം 9 ഇവിടെ സംഗമിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബത്തോടെ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ഈ വന്നിരിക്കുന്ന കുഞ്ഞു പൈതങ്ങൾ മക്കൾ അവരൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കും അവർക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാ മെമ്പർമാർക്കും യഥാർത്ഥ അറഫയെ സമീപിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.